1982 മുതൽ കൈവശം വച്ചിരുന്ന പണം കൊടുത്ത് വാങ്ങി കൈവശം വെച്ച് മാർത്തോമാ ഭവൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഭൂമിയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു പറ്റം ആളുകൾ ബലപ്രയോഗത്തിലൂടെ അതിൻ്റെ മതിൽ തകർത്ത് അകത്ത് പ്രവേശിക്കുകയും മുൻകൂട്ടി തയ്യാറാക്കി വെച്ച കോൺക്രീറ്റ് വീടുകൾ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും അവിടെ അവർ സ്ഥിരതാമസമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് രാജ്യത്തെ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ നഗ്നമായ ഒരു നിയമലംഘനവും കയ്യേറ്റവുമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഭൂമി കയ്യേറാൻ ശ്രമിച്ച ആളുകളെ അവർക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ ഇനി മുന്നോട്ട് പോകുക എങ്ങനെയാണ്? ഇത് കോടതിയിൽ നിലവിലുള്ള കേസ് നിലവിലുള്ള വിഷയമാണ് എന്ന് നമുക്കറിയാം. 1990 മുതൽ ഇത് സംബന്ധിച്ച നിയമ നടപടികൾ കോടതിയിലുള്ളതാണ്. തുടർന്ന് 2007 ഈ ഭൂമിയുടെ മേലുള്ള മാർത്തോമാ ഭവൻ്റെ അവകാശത്തെ കോടതി അംഗീകരിക്കുകയും മറ്റാരും അതിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് നിയമം മൂലം അറിയിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. വീണ്ടും 2010 ഈ ഭൂമി ഇതിൻ്റെ മുന്നുടമ മറ്റൊരാൾക്ക് പ്രമാണം ചെയ്തു കൊടുത്തു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. തികച്ചും വഞ്ചനാപരമായൊരു നീക്കം ഈ ഭൂമിയുടെ ഇടപാടിനെ സംബന്ധിച്ച് സംഭവിച്ചു എന്നാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതാണെങ്കിലും ഇത് രാജ്യത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥിതിയിലൂടെ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കോടതിയിലും കോടതിയിലൂടെയുള്ള നിയമ നടപടികളിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ രീതിയിൽ ഇത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ട കാര്യം, സർക്കാർ ഇടപെടേണ്ട വിഷയം എന്ന് പറയുന്നത് അവിടെ നിയമപരമായി നിർമ്മിക്കപ്പെട്ട മതിൽ ബലപ്രയോഗത്തിലൂടെ ഒരു രാത്രിയിൽ പൊളിച്ചു നീക്കുകയും അതിൻ്റെ അവശിഷ്ടങ്ങളടക്കം അവിടെ നിന്ന് നീക്കി അവിടെ മതിലേ ഉണ്ടായിരുന്നില്ല എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് അവിടെ കോൺക്രീറ്റ് ഭവനങ്ങൾ വലിയ ലോറികളിൽ ക്രെയിൻ വഴി കൊണ്ടുവന്ന് ഇറക്കി അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ഭവനങ്ങൾ അവിടെ നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യുകയും അതുപോലെ തന്നെ നശിപ്പിക്കപ്പെട്ട മതിൽ പുനർനിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവിടെ സന്യസ്തരും അതുപോലെ തന്നെ രോഗികളായ സന്യാസിനിമാരും താമസിക്കുന്ന ഭവനങ്ങളാണ് ഈ ഭൂമിയിലുള്ളത് എന്ന് നമുക്കറിയാം. ആ സന്യാസിനിമാരുടെ സ്വൈര്യജീവിതത്തെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കയ്യേറ്റങ്ങളും അതിക്രമങ്ങളും നിലപാടുകളുമാണ് ഈ കയ്യേറ്റം നടത്തിയവർ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പോലീസ് കാവലുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ പോലീസ് സംരക്ഷിക്കുന്നത് ഈ അനധികൃത കയ്യേറ്റക്കാരെയാണ് എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കാണപ്പെടുന്നത്.